തക്കേല പക്കേല, നേരെ വേണം പോവാൻ. രണ്ടുപേരും എപ്പോഴും ഭയങ്കര വാചകോടിയല്ലേ? നിങ്ങളുടെ കഴിവ് ഈ സ്നോ റൈഡിംഗിലൊന്ന് കാണിക്കേ. അല്ല അല്ല ബോസ്, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ വളരെ ടാലന്റായ കുട്ടിയാ. ഇവിടെ നോക്കിക്കേ. കൊള്ളാം, നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്താ ബോസ് പറയുന്നേ? ഞാൻ ഇതിൽ ചാമ്പ്യൻ അല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ നോക്കൂ ബോസ്, ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ട് നിൽക്കുന്നു, ഒന്നും ചെയ്യാതെ. അല്ല, ഇതില് ചാമ്പ്യൻ എന്ന് പറയാൻ ഒന്നും ഇല്ലല്ലോ. ചാമ്പ്യൻ ചെയ്യുന്നതൊക്കെ ആകാശത്ത് നിന്ന് നോക്കിയാലും കാണാൻ പറ്റും. നിങ്ങൾ കുറച്ച് മേളിലേക്ക് വരുമോ ഭൂതം ബോസ്? കൊള്ളാം കൊള്ളാം കൊള്ളാം, വളരെ ഇംപ്രസീവ് ആയിട്ടുണ്ട്. നല്ല ടാലന്റ് തന്നെ പക്കേല. വളരെ നന്ദി ബോസ്. ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തന്നെയാണ്. ബോസ്, ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അയ്യോ, എന്തൊരു കഴിവാണ്! സ്വയം തന്നെ സ്നോമാനായി മാറിയത് കണ്ടില്ലേ? ചാമ്പ്യനോ, നിന്നെ എന്താ ചെയ്യാൻ പോണെന്ന് നോക്കിക്കോ. ഇനി ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാം. പക്കേല പക്കേല, ആ പയ്യൻ താഴെ വീഴാൻ പോവുകയാണ്. അവനെ നമുക്ക് രക്ഷിക്കണം. നല്ലൊരു കാര്യമാണ് ചെയ്തത് തക്കേല പക്കേല. താങ്ക് യു ഭൂതം ബോസ്. നീ താങ്ക് യു ഒന്നും പറയണ്ട, അവനെ രക്ഷിച്ചത് ഞാനാണ്. അതെ, കുട്ടീനെ നീ തന്നെ രക്ഷിച്ചു. ഞാൻ ഇവിടെ ഇരുന്ന് മീൻ പിടിക്കായിരുന്നു. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഈ വലിയ ഏണിയാണ് എന്നെ രക്ഷിച്ചത്. ഈ ഏണി എങ്ങനെയാ ഇവിടെ വന്നെന്ന് അറിയില്ല. ഇപ്പൊ ഇത് ഇവിടെയാണല്ലോ ഉണ്ടായിരുന്നത്. എവിടെ പോയി? എവിടെയാണോ വേണ്ടത് അവിടേക്ക് തന്നെ പോയി. പണി കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ കളി തുടങ്ങാൻ പോകുന്നു. എന്ത് മാജിക്കോ? അത് ഞങ്ങളുടെ മാജിക് ആണ്.
ഞങ്ങളുടെ ഭൂതം മാജിക്. അതെ, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഭൂതങ്ങളാണ്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട മോനെ. ഞങ്ങൾ കൂട്ടുകാർക്ക് കൂട്ടുകാരും ശത്രുക്കൾക്ക് ശത്രുക്കളുമാണ്. നിനക്ക് വല്ല പരിക്കും പറ്റിയിട്ടുണ്ടോ മോനെ? അല്ലല്ല, എനിക്ക് എവിടെയും മുറിയൊന്നും ആയിട്ടില്ല. ശരി, ആദ്യം ഒരു കാര്യം പറ. നീ ഒരുത്തം മാത്രമേ ഇങ്ങോട്ട് കളിക്കാൻ വന്നുള്ളൂ? അല്ല, ഞങ്ങൾ ഗ്രൂപ്പോടെ വന്ന്. പക്ഷേ എന്താണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞങ്ങളൊക്കെ കുട്ടൂനിയാണ് അന്വേഷിച്ച് നടന്നത്. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ തനിച്ചാണ് കളിക്കാൻ വന്നത്. അവൻ മുകളിൽ നിന്ന് താഴെ വീണെന്ന് കണ്ടിട്ട് ഞങ്ങൾ നന്നായിട്ട് പേടിച്ചു പോയി. സോറി സർ, ഞാൻ ഒരു വലിയ തെറ്റാ ചെയ്തത്. ഇനി ഞാൻ ഇങ്ങനെ ആവർത്തിക്കില്ല. ഇവരാണ് സാർ എന്നെ എന്റെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. എല്ലാവർക്കും വളരെ നന്ദി. ഇന്ന് മാത്രം കുട്ടൂന് എന്തെങ്കിലും സംഭവിച്ചിരുന്നാൽ സാർ, ഞങ്ങൾ ഇരിക്കുമ്പോ മറ്റൊരാൾക്ക് ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ ആർക്കെങ്കിലും ഫ്രണ്ട് ആയിട്ടുണ്ടെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും അവരൊരിക്കലും കരയില്ല. ഇങ്ങോട്ട് നോക്കൂ ഗുഡ്ഡു, ഇതിനുശേഷം ഇതുപോലെയുള്ള റിസ്ക് ഒന്നും ഒരിക്കലും എടുക്കാൻ പാടില്ല. എന്താ സാർ ഇവിടെ എന്താ നടക്കുന്നത്? മഞ്ഞുമഴ വരുന്നു. അത് നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു. പക്ഷെ ഈ മഞ്ഞ് എങ്ങനെയാ പെട്ടെന്ന് ഇവിടെ വന്നത്? ആ മഞ്ഞൊന്നും ഫോൺ ചെയ്തിട്ടല്ല ഇവിടെ വരുന്നത്. പിന്നെ കത്തെഴുതിയിട്ടും വരാറില്ല, മനസ്സിലായോ? അത് എപ്പോഴാണോ വരുന്നേ? തീർച്ചയായിട്ടും വന്നേ തീരൂ. ഈ കൊടുങ്കാറ്റ് വന്നത് കൊണ്ടായിരിക്കും ആ റോപ്പ് കാറും പൊട്ടി താഴേക്ക് വീണത്. ഇപ്പൊ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യുമെന്ന്. ഇനി നമുക്ക് സംസാരിക്കാൻ സമയമില്ല. ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇപ്പൊ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ മഞ്ഞ് അപകടത്തിൽ നിന്ന് നമുക്കെല്ലാം രക്ഷിക്കാം. വരൂ വരൂ, വേഗം വരൂ. ആ മഞ്ഞ് നമ്മളെ നോക്കിയാണ് വരുന്നത്. പക്കേല പക്കേല, നേരെ വേണം പോവാൻ. അവിടെ നോക്ക്, മഞ്ഞുമഴ മുകളിൽ നിന്ന് വേഗമായിട്ട് വരുന്നു. പക്കേല പക്കേല, റൈറ്റ് സൈഡിലേക്ക് പോകും. അങ്ങോട്ട് നോക്കൂ, അത് നമ്മുടെ പുറകിൽ തന്നെ വരുന്നുണ്ട്. കുറച്ചുകൂടെ വേഗത്തിൽ പോകും. നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. ഈ പ്രശ്നം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ മഞ്ഞു കാരണം കൊണ്ട് ഈ മഞ്ഞു മലയെല്ലാം കുടുങ്ങുന്നല്ലോ, നോക്കിക്കേ. ഇത് കാരണം വലിയൊരു കൊടുങ്കാറ്റാണ് വരാൻ പോകുന്നത്. അത് വളരെ ഭയങ്കരമായിരിക്കും. എല്ലാവരും രക്ഷപ്പെടേ. ഇപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗവും ഇല്ലേ സാർ? ഒരു ഭാഗം വലിയ മല, മറ്റൊരു ഭാഗം ഒരു പാതാള കുഴിയും. എല്ലാവരും ധൈര്യത്തോടെ ഇരിക്കണം. നിങ്ങൾക്കൊന്നും ഒന്നും സംഭവിക്കാൻ ഞാൻ വിടില്ല. പേടിക്കരുത്. ഇങ്ങോട്ട് നോക്കൂ. പിന്നെ എല്ലാവരും ഒരുപോലെ തന്നെ നിൽക്കണം. അയ്യോ, ഇതിന് പേടിയൊന്നുമില്ലോ. ഈ ഇത്ര വലിയ ചുമര് മഞ്ഞിന്ന് നിർത്താൻ പറ്റുമോ? നിർത്താൻ സാധിക്കില്ല. ഞങ്ങൾ എന്ത് ജോലി ചെയ്താലും അതിലൊരു കാരണമുണ്ടാവും. എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. ഇതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാനുള്ള വഴി എളുപ്പം കിട്ടുമല്ലോ. ആണോ? പക്ഷെ ഇവിടെ ഒരു പാതാള കുഴി ഉണ്ടല്ലോ. അങ്ങോട്ടേക്ക് നമുക്ക് എങ്ങനെ പോവാൻ സാധിക്കുക? നമുക്ക് അങ്ങോട്ട് പോകാൻ സാധ്യമല്ലാത്ത കാര്യമാണ്. ആ വഴി ഉണ്ടാകാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ വളരെ വേഗത്തിലാ പോകുന്നു. ഇങ്ങനെ പോയാൽ നമ്മൾ ഉറപ്പായും താഴെ വീഴൂ. നടക്കാത്ത കാര്യം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരുപാട് ആലോചിക്കാൻ പാടില്ല. പിന്നെ ഞങ്ങളുടെ ഭൂതം ബോസിൽ വിശ്വാസം അർപ്പിക്കൂ.
ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കാൻ വരണേ. നന്ദി, നന്ദി, വളരെ നന്ദി. ശരിക്കും നിങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ പോലെയാണ്. നിങ്ങൾ കാരണം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു തക്കേല പക്കേലോ. ഇനിയെങ്കിലും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കുട്ടികളെ. വലിയ ആൾക്കാരുടെ സഹായമില്ലാതെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും വരാൻ പാടില്ല. കാരണം ഇവിടങ്ങളിലൊക്കെ അപകടം പതിയിരിപ്പുണ്ട്. നിനക്ക് മനസ്സിലായോ ഗുഡു? മനസ്സിലായി ഭൂതം ബോസ്. ഉം. ശരി ശരി കുട്ടികളെ, ബൈ. ബൈ. ബൈ ഭൂതം ബോസ്. ബൈ തക്കേല പക്കേല.